ഹായ് വെൽക്കം ബാക്ക് ടു മൈ മെൻ്റൽ ഹെൽത്ത് സീരീസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ADHD. അപ്പോൾ ആ ADHDനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് ന്യൂറോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ്. നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ, ബ്രെയിൻ ഫങ്ഷനിൽ വരുന്ന ഒരു വെറൈറ്റി ആണല്ലോ ന്യൂറോ ഡൈവേഴ്സിറ്റി. അപ്പോൾ അതിൽ ഈ ADHD എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പോൾ ന്യൂറോ ഡെവലപ്മെന്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ചേഞ്ചസ്. അപ്പോൾ എന്തെങ്കിലും ലൈക്ക് സ്ട്രക്ചറിലുള്ള ചേഞ്ചസ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ള ചേഞ്ചസ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പറയില്ലേ, കെമിക്കൽസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ലൈക്ക് ആ ഒരു ഫങ്ഷനിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന ഡിഫറൻസസ് കാരണമൊക്കെ വരുന്നതാണ് ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ. അതായത് അത് കുട്ടിക്കാലത്തെ അപ്പോൾ നമ്മളത് കണ്ടു തുടങ്ങും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടോഡ്ലർ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ചൈൽഡ്ഹുഡ് സമയത്ത്, ചിലപ്പോൾ അഡോളസെന്റ് സമയത്തൊക്കെ ആയിരിക്കും നമ്മളത്, ആ ഒരു സമയത്തൊക്കെയാണല്ലോ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് മെയിൻലി നടക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു ചേഞ്ചസ് നമ്മൾ കണ്ടു തുടങ്ങും, കുട്ടികളിൽ കണ്ടു തുടങ്ങും. അങ്ങനെ അപ്പോൾ അത് ബേസിക്കലി നമ്മൾ പറയാ ADHD എന്ന് പറഞ്ഞാൽ ഒരു 12 ഇയേഴ്സിന് മുമ്പൊക്കെയാണ് ഭയങ്കര കോമൺ ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് വരുന്നത്. പക്ഷേ ADHD ചിൽഡ്രൻ മാത്രമല്ല അഡൾട്ട്സിലും ഡയഗ്നോസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അവർ അഡൾട്ട് ആയിരിക്കുന്ന സമയത്ത് അത് ഡെവലപ്പ് ചെയ്തു എന്നല്ല, അവരൊരു ചൈൽഡ് ആയിരുന്നപ്പോഴേ അതൊക്കെ കാണിച്ചിട്ടുണ്ടാവും, ലൈക്ക് ആ സിംറ്റംസ് ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് മിസ്സായി പോകും. ചിലപ്പോൾ നമ്മൾ കുറച്ച് കൈൻഡ് ഓഫ് മൈൽഡ് ആയിട്ടായിരിക്കും ആ സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടാവുക. അഡൾട്ട്ഹുഡിൽ വരുന്ന പ്രഷേഴ്സ് അതൊക്കെ കാരണം നമുക്ക് അത് കുറച്ചും കൂടി എവിഡൻ്റ് ആയിട്ട് കാണും ആൻഡ് ഡയഗ്നോസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഈ ചൈൽഡ്ഹുഡിൽ വരുന്ന ADHD ഒക്കെ അഡൾട്ട്ഹുഡിൽ യൂഷ്വലി പേഴ്സിസ്റ്റ് ചെയ്ത് പോകും അവർക്ക് സിംറ്റംസ്. കുറച്ച് പേര് പക്ഷെ അത് അഡൾട്ട്ഹുഡിൽ അവർക്കത് ഉണ്ടാവില്ല, സിംറ്റംസ് ഒന്നും ഉണ്ടാവാതെയും ഇരിക്കാം. അപ്പൊ അതാണ് ജനറലി ഒരു ADHD എപ്പോഴാണ് കാണുക എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ. ഇനി ADHD എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞാനും വിചാരിച്ചിരുന്നത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ചാടിത്തുള്ളി നടക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്കാണ് ആ ഒരു ഹൈപ്പർ ആക്റ്റീവ് കിഡ്സ്, അവർക്കാണ് ADHD എന്നുള്ളതാണ്. ഹൈപ്പർ ആക്ടിവിറ്റിയും ഒരു കോമ്പണന്റ് ആണ് ADHDയിൽ, പക്ഷെ അതിന് വേറെ കോമ്പണൻസും ഉണ്ട്. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അപ്പോൾ അറ്റൻഷനിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇൻഅറ്റൻഷൻ അതാണ് ഒരു കോമ്പണന്റ് നമ്മൾ പറയുന്നത്. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റിയാണ് വേറൊരു കോമ്പണന്റ്. പിന്നെ കമ്പൈൻഡ് ആയിട്ട് ഉണ്ടാവാം. അപ്പോൾ ഈ ADHD ഡയഗ്നോസ് ചെയ്യുന്ന കുട്ടികൾ ഞാൻ പറയുന്നതിന് റീസൺസ് കോമൺ ആയിട്ടും കുട്ടികളിലാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ADHD ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ഒന്നെങ്കിൽ അറ്റൻഷൻ്റെ സിംറ്റംസ് മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടും ഉണ്ടാവും. അപ്പോൾ എന്താണ് ADHDയുടെ കോസസ് എന്ന് ചോദിച്ചാൽ ഫുള്ളി ഇതുവരെ ആർക്കും അത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു ജനറ്റിക് കോമ്പണന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ബിക്കോസ് സിബ്ലിങ്സ് അല്ലെങ്കിൽ പേരൻസിനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ADHD. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ചേഞ്ചസ്, അതായത് ബ്രെയിനിലെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ ഒരു ഫംഗ്ഷനിന്റെ പ്രശ്നമുള്ളവർക്ക് ADHDയുടെ സിംറ്റംസ് ഉണ്ടാവാം. പിന്നെ ഒരു കോസ് യൂഷ്വലി പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ബേർത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂ, പ്രിമച്യൂർ ബേർത്ത് ഉണ്ടായി എന്നുണ്ടെങ്കിൽ, പ്രിമച്യൂർ ബേർത്ത് എന്ന് പറഞ്ഞാൽ ബിഫോർ 37 വീക്സ് ഉണ്ടാവുന്ന ബേർത്തിൽ ചിലപ്പോൾ ഇത് കാണാറുണ്ട്. എപ്പിലെപ്സി ഉള്ള കുട്ടികൾക്ക്, ഫിറ്റ്സ് ഒക്കെ വരുന്ന കുട്ടികൾക്ക് ADHDയുടെ സിംറ്റംസ് കാണാറുണ്ട്. പിന്നെ എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് വന്ന കുട്ടികളിലെന്ന് വിചാരിക്കുക, അതായത് ബേർത്തിന്റെ സമയത്തൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ജനിച്ചതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം എന്തെങ്കിലും ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ട് ട്രോമാറ്റിക് ആയിട്ടുള്ള, അങ്ങനത്തെ കുട്ടികൾക്കും ADHDയുടെ സിംറ്റംസ് കാണാറുണ്ട് നമ്മൾ. അപ്പൊ എന്തൊക്കെയാണ് സിംറ്റംസ് ഉള്ളത് വെറുതെ നോക്കാം നമുക്ക്. ഓക്കെ, അഗൈൻ ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളിൽ, അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരുടെ സ്കൂളിലുള്ള കുട്ടികൾക്ക്, അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഫാമിലിയിലെ കുട്ടികൾക്ക് നമുക്ക് ഇതെന്തെങ്കിലും കാണുകയാണെങ്കിൽ ഓക്കെ ഇത് ADHD ആയിരിക്കുമോ എന്നുള്ള ഒരു തോട്ട് വരാനും, അങ്ങനെ അത് ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് യൂഷ്വലി കാണാന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെസ് ദാൻ 12 ഇയേഴ്സിലേക്കാണ് ഇത് കാണുക. പക്ഷെ ഒരു 6 വയസ്സ് 7 വയസ്സ് സമയത്താണ് കൂടുതലും കുട്ടികൾക്ക് ലൈക്ക് ആ ഒരു ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഒരു ടൈം. പിന്നെ വീട്ടിൽ മാത്രം ഈ സിംറ്റംസ് കണ്ടു എന്ന് വെച്ചിട്ട് അവർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. രണ്ടോ അതോ രണ്ടിൽ കൂടുതൽ സെറ്റിംഗ്സിൽ അത് ഉണ്ടാവണം, അതായത് വീട്ടിലും സ്കൂളിലും. അപ്പോൾ ഈ സ്കൂൾ ഗോയിങ് ചിൽഡ്രനിലാണ് ഇത് കൂടുതലും ഡയഗ്നോസ് ചെയ്യപ്പെടാം കേട്ടോ.
അതായത് ടീച്ചേഴ്സ് ഒക്കെ കുറെ പേര് നോട്ടീസ് ചെയ്തിട്ട് അങ്ങനെയാണ് കൂടുതലും ഡയഗ്നോസിസ് ഒക്കെ വരാറ്. അപ്പോൾ 2 സെറ്റിങ്സിലെങ്കിലും ഉണ്ടാവണം ഈ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക്. പിന്നെ അറ്റ്ലീസ്റ്റ് 6 months നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവണം ഇത്. അതായത് പെട്ടെന്ന് നമ്മളൊരു കുട്ടികൾക്ക് ഓക്കെ ഇത് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ADHD ആയിരിക്കോ എന്ന് വിചാരിച്ച ഉടനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് അറ്റ്ലീസ്റ്റ് 6 months പെർസിസ്റ്റന്റ് ആയിട്ട് ഈ ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ADHD ഡയഗ്നോസ് ചെയ്യാറുള്ളൂ. ഇപ്പൊ മെന്റൽ ഹെൽത്തിൽ നമ്മൾ പറയണ പോലെ ഏത് കണ്ടീഷനിലും പറയണ പോലെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റ് ആകുമ്പോൾ, അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ സ്കൂൾ ലൈഫ് എഫക്റ്റ് ആകുമ്പോൾ, അവരുടെ അക്കാഡമിക്സ്, അവരുടെ പഠിത്തമൊക്കെ എഫക്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ ജോലി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ആ ജോലിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഈ ADHD സിംറ്റംസ് കാരണം അവർക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ ADHD ഡയഗ്നോസ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ADHD എന്ന് പറഞ്ഞാൽ ഇൻഅറ്റൻഷൻ ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ കമ്പൈൻഡ് ഉണ്ട്. അപ്പോൾ ഇൻഅറ്റൻഷൻ എന്നുള്ളത് കൂടുതലും ഗേൾസിലാണ് കാണുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഗേൾസിൽ കൂടുതലും ഇൻഅറ്റൻഷൻ ആണ് കാണുക. ബിക്കോസ് ബോയ്സിലും ഉണ്ടാവും, ഗേൾസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ല, ഗേൾസിൽ കൂടുതലും ഇൻഅറ്റൻഷൻ്റെ സിംറ്റംസ് ആണ് കാണാറ്. ഹൈപ്പർ ആക്ടിവിറ്റി ബോയ്സിൽ കൂടുതലും ഹൈപ്പർ ആക്ടിവിറ്റിയാണ് കാണാറ്. അതുകൊണ്ടാണ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബൗൺസി ആയിട്ട് നടക്കുന്ന ഒരു ബോയ് ആണ് നമ്മുടെ മനസ്സിൽ ADHD എന്ന് പറയുമ്പോൾ ബൈ ഡിഫോൾട്ട് വരാം. അപ്പോൾ ഇൻഅറ്റൻഷൻ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു സംഭവം നോക്കാം, ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമ്മുടെ ബ്രെയിനുണ്ടല്ലോ, അറ്റൻഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു എബിലിറ്റിനെയാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ അറ്റൻഷനെ റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യുക ടാസ്ക്സ്, പ്രയോറിറ്റൈസ് ചെയ്യുക ടാസ്ക്സ്, ഏത് ടാസ്ക്കാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക. അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക ഫങ്ഷൻസ്. ആൻഡ് ഒരു ഗോൾ ഉണ്ടെന്ന് കണ്ടാൽ ആ ഗോളിലേക്ക് നമ്മൾ എത്താനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുക. അതാണ് ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്. ADHD കുട്ടികളിൽ ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്ങിന്റെ ഡെവലപ്മെന്റ്, ഈ ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആണ്. അതുപോലെ തന്നെ ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് തന്നെയാണ് നമ്മളെ ഈ ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ മാറി നിൽക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണേ. ഇതിലൊക്കെയാണ് മെയിൻലി ആ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്ങിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഈ നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരു ഡോപ്പമിൻ, അതുപോലെ നോർഎപ്പിനെഫ്രിൻ, അതിലൊക്കെ ആ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ വരുന്ന ഇഷ്യൂസ് ഒക്കെയാണ് ഇതിൽ കാണുക. ഇത് കുറച്ചും കൂടി മനസ്സിലാവണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ എക്സാമ്പിൾ അല്ല, ഈ ADHD കമ്മ്യൂണിറ്റിയിൽ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു തീം, കൂടുതൽ നമുക്ക് പേഷ്യൻസിനായാലും പാരൻസിനായാലും അത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ്. നമ്മൾ നമ്മുടെ ബോഡിയുടെ CEO ആണ്. ഓക്കെ, നമുക്കറിയാം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ ബ്രെയിൻ ആണ് അതിന്റെ സെക്രട്ടറി. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുന്നതൊക്കെ ബ്രെയിൻ ആണ്. അപ്പോൾ സാധാരണ ഒരു നമ്മൾ പറഞ്ഞു ന്യൂറോ ടിപ്പിക്കൽ ബ്രെയിൻ ഉണ്ട്, ന്യൂറോ ഡൈവേഴ്സ് ബ്രെയിൻ ഉണ്ട്. കോമൺ ആയിട്ട് കാണുന്നതാണ് ന്യൂറോ ടിപ്പിക്കൽ. അപ്പോൾ ഈ ന്യൂറോ ടിപ്പിക്കൽ ബ്രെയിനിൽ എന്താന്ന് വെച്ചാൽ ഈ CEO ഉണ്ടാവും, പിന്നെ ബ്രെയിൻ ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ CEO ഒരു മീറ്റിംഗിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്, ബ്രെയിൻ അവിടെ പുറത്തിരിക്കുന്നുണ്ട് സെക്രട്ടറി ആയിട്ട്. അപ്പോൾ അപ്പോൾ എന്തോ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CEO അവിടെ. പക്ഷെ പുതിയ ടാസ്ക്സ് ഡോറിൽ കൂടെ വരും. അതായത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് നോക്കാം, സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെയാണെന്ന് വെക്കാം, അതൊക്കെ വരും. നമ്മുടെ ബ്രെയിൻ ന്യൂറോ ടിപ്പിക്കൽ ബ്രെയിനിലാണെങ്കിൽ ആ ബ്രെയിനിനെ മനസ്സിലാക്കി ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അവിടെ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CEO. അപ്പോൾ ഈ ടാസ്ക് ഇമ്പോർട്ടൻ്റ് അല്ല, അപ്പോൾ അവർ മാറ്റി വെക്കും. ഒന്നെങ്കിൽ അവർ ഡോറിന് പുറത്തേക്ക് ആക്കും, അല്ലെങ്കിൽ അവരോട് പറയും ഓക്കെ വേറൊരു സമയത്ത് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേറെ അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കും. അപ്പം അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ അറിയാം, ബിക്കോസ് അവർക്കറിയാം ഈ ടാസ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഒരു ADHD ബ്രെയിൻ ആണെങ്കിൽ അവർക്കത് അറിയില്ല, ഏതൊക്കെ ഡൈവേർട്ട് ചെയ്യണം അറിയില്ല. അപ്പോൾ വരുന്ന ടാസ്കുകൾ എല്ലാം അവർ ആ CEOയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഈ വരുന്ന ടാസ്കുകളെല്ലാം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അപ്പോൾ അവർ ഹൈപ്പർ ഫോക്കസ്ഡ് ആയിരിക്കും ഒരു ടാസ്കിൽ, വേറെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് വരുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ടാസ്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവർ ഡൈവേർട്ട് ചെയ്ത് വിടും. അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി ഒരു മെസ്സി സിറ്റുവേഷൻ ആക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഹൈപ്പർ ഫോക്കസ്ഡ് ആവാം, അല്ലെങ്കിൽ എല്ലാം കൂടി മെസ്ഡ് അപ്പ് ആവാം. ഇതാണ് ആ ബ്രെയിനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ല, നമുക്കറിയാം കുറേ ടാസ്ക്സ് ഉണ്ട്, പക്ഷെ ആ ടാസ്കിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യണം, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് അറിയാണ്ടാവുമ്പോഴാണ് അതിൽ ഈ ഇൻഅറ്റൻഷൻ സിംറ്റംസ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ ഇൻഅറ്റൻഷൻ്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോമൺ ആയിട്ട് സംഭവം കാണുന്നതാണ് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അത് ഈ ഒരു ഇഷ്യൂ കാരണമാണ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമ്മുടെ ബ്രെയിനിന് അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് പറ്റില്ല. പിന്നെ പേര് പറഞ്ഞ പോലെ ഭയങ്കര ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ആയിരിക്കും. അധികം നേരം ഒരു സംഭവത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റില്ല. അതും ഭയങ്കര കോമൺലി കാണാം. അപ്പോൾ അതൊക്കെയാണ് ഈ ക്ലാസ് റൂമിൽ വരുന്ന പ്രശ്നങ്ങൾ. അവർക്ക് അത് ഒരു 30 minutes പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1 hour പീരീഡ് ഉണ്ടെങ്കിൽ ആ ഒരു 1 hour അവർക്കത് ആ ഒരു അറ്റൻഷൻ അവർക്ക് വെച്ചിരിക്കാൻ പറ്റില്ല. ആ അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവായിരിക്കും.
പിന്നെ കുറേ കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കും. കൂടുതലും സ്കൂൾ വർക്കിലൊക്കെ ആണെങ്കിൽ ഫുൾ ഓൺ കൈൻഡ് ഓഫ് കെയർലെസ് മിസ്റ്റേക്സ് ആയിരിക്കും അവരുടെ. പിന്നെ ഭയങ്കര ഫോർഗെറ്റ്ഫുൾ ആയിരിക്കും. സാധനങ്ങൾ പെട്ടെന്ന് മിസ്പ്ലേസ് ചെയ്യാനും കളഞ്ഞു പോകാനൊക്കെ ഭയങ്കരമായിട്ട് കാണും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതായിട്ട് റിലേറ്റഡ് ആണ്. ഒരു ടാസ്ക് ഉണ്ട് നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മടുത്തിട്ട് വേറൊരു ടാസ്കിലേക്ക് അവരുടെ ഇത് പോകും. അതായത് ഒരു ടാസ്കിൽ തന്നെ അപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് മുഴുവനായിട്ട് ആ ഒരു ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടാസ്ക് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മുടെ ബ്രെയിൻ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ പോലെ ഓർഗനൈസ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവും. ഈ ഫോർഗെറ്റ്ഫുൾ ആവുക, കെയർലെസ് മിസ്റ്റേക്സ് ആവുക, ചിലപ്പോൾ അറ്റൻഷൻ സ്പാൻ ഇല്ലാതിരിക്കുക, എല്ലാവർക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പം നമ്മളായാലും കുട്ടിക്കാലത്ത് നമ്മുടെ നിന്ന് കുറേ സാധനങ്ങൾ കളഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ നിന്ന് കുറേ കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ADHD ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഈ മിസ്റ്റേക്സ് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. ലൈക്ക് അത് നോൺ സ്റ്റോപ്പ് എപ്പോഴും എല്ലാത്തിലും കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അത് കറക്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവുക. പിന്നെ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ കളഞ്ഞു പോകുന്നത് ഭയങ്കര കോമൺ ആയിട്ടിരിക്കുക. പിന്നെ അറ്റൻഷൻ സ്പാൻ കാരണം സ്കൂൾ അക്കാഡമിക് ലൈഫ് എഫക്റ്റ് ആവാണ്, അവർക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവാണ് ഇത് കാരണം എന്നുള്ളതൊക്കെ വരുമ്പോഴാണ് നമ്മൾ ADHD ആണോ, പിന്നെ അതിനെങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങേണ്ടത്. ഇതാണ് ഇൻഅറ്റൻഷൻ. ഈ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനസ്സിൽ വരുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേർ. അതായത് അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത്, എക്സസീവായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൻസേഴ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് ബ്ലേർട്ട് ഔട്ട് ചെയ്യണമെന്നല്ല, അവർക്ക് പിടിച്ചു വെച്ചിരിക്കാൻ പറ്റില്ല. അവർക്കൊരു സംഭവം അറിയാമെന്നുണ്ടെങ്കിൽ അതപ്പോൾ അവർക്ക് പറയണം, അതപ്പോൾ അവർക്ക് ചെയ്യണം. പിന്നെ ഭയങ്കര ഈ ഫിഡ്ജറ്റിങ് ഭയങ്കരമായിട്ട് കോമൺ. എന്തെങ്കിലും ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ കാലുകൊണ്ടോ എന്തെങ്കിലും മൂവ്മെന്റ്സ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഫിഡ്ജറ്റ് ടോയ്സ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അവർക്ക്. അപ്പോൾ അവർക്ക് അവരുടെ കൈ ഓർ കാല് മൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അവർക്കിങ്ങനെ സ്റ്റില്ലായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര ഇമ്പൾസിവിറ്റി ഉണ്ടാവും. അതായത് അധികം ചിന്തിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യും അവർ. നമ്മൾ പറയും ഒരു ഡേഞ്ചർ സെൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സംഭവം ചെയ്യാൻ പോകണമെങ്കിൽ അത് ഡേഞ്ചറസ് ആണ് എന്നുള്ള ഒരു സെൻസ് അവർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരത് ചെയ്യും. അപ്പോൾ കൂടുതലും ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളാണ്. ബിക്കോസ് അതാണ് കൂടുതലും. ഇപ്പൊ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി ആണെങ്കിൽ ആരായാലും അത് ശ്രദ്ധിക്കും. ഓക്കെ, സംതിങ് ഇസ് ഗോയിങ് ഓൺ എന്നുള്ളൊരു തോട്ട് വരും, അവരത് ഇവാലുവേറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളാണ് കൂടുതലും ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇൻഅറ്റൻഷൻ പലപ്പോഴും മിസ്സായി പോവാറുണ്ട്. ഞാൻ വേറൊരു വീഡിയോ ചെയ്യും, അതായത് ADHD ഗേൾസ് അല്ലെങ്കിൽ വിമനിൽ എങ്ങനെയാണെന്നുള്ളത്, എന്തുകൊണ്ടാണ് അവർ അധികം ഡയഗ്നോസ് ചെയ്യപ്പെടാത്തത് എന്നുള്ളത്. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ടൂ മച്ച് ഇൻഫോർമേഷൻ ഉള്ള ഒരു വീഡിയോ ആയിപ്പോൾ. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിലാണ് കൂടുതലും ADHD ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതല്ലോ. പക്ഷേ അഡൽട്ട്സിലും ADHD ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ. ആൻഡ് അത് അഡൽട്ട്ഹുഡിൽ അത് ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല, ചൈൽഡ്ഹുഡിൽ അത് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ അത്രയും എവിഡൻ്റ് ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഅറ്റൻഷൻ ആൻഡ് ഹൈപ്പർ ആക്റ്റീവ് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ അഡൽട്ട്സിൽ അധികം ഹൈപ്പർ ആക്റ്റീവ് സിംറ്റംസ് ഉണ്ടാവില്ല. ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ളത് അഡൽട്ട്ഹുഡ് ആകുമ്പോൾ കുറച്ച് കുറഞ്ഞ് പോകുന്ന ഒരു സംഭവമാണ്. അഡൽട്ട്ഹുഡിലേക്ക് അധികം പെർസിസ്റ്റ് ചെയ്യാറില്ല. ഇൻഅറ്റൻഷൻ ആണ് കൂടുതലും പെർസിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, പെർസിസ്റ്റ് ചെയ്യുന്നതിന് ഒപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ കൂടുതൽ പ്രഷേഴ്സ് നമ്മുടെ ലൈഫ്, കൂടുതൽ സ്ട്രെസ്സസ് നമ്മുടെ ലൈഫിൽ അഡൽട്ട്ഹുഡിലാണല്ലോ വരിക. ആ സമയത്താണ് കൂടുതലും ഈ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് ഇമ്പോർട്ടൻ്റ് ആവുക. അപ്പോൾ അവർക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴാണ് അവർക്കത് എഫക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് സെൻസ് ചെയ്ത് തുടങ്ങി, ഓക്കെ സംതിങ് ഇസ് നോട്ട് റൈറ്റ് എന്ന് തോന്നിയിട്ട് അവർ ഇവാലുവേഷന് പോകുന്നത്. അഡൽട്ട്ഹുഡിൽ അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻഅറ്റൻഷൻ്റെ സിംറ്റംസ് ആണ് കൂടുതലും കാണുക. അതായത് ഈ കെയർലെസ്നെസ്, ഫോർഗെറ്റ്ഫുൾനെസ്, പിന്നെ സാധനങ്ങൾ മിസ്പ്ലേസ് ചെയ്യുക, കളഞ്ഞു പോവുക, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ടാസ്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവുകയാണെങ്കിൽ കോപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുക സ്ട്രെസ്ഫുൾ സിറ്റുവേഷനോട്. പിന്നെ കുറച്ചൊക്കെ ഹൈപ്പർ ആക്റ്റീവ് സിംറ്റംസ് ഉള്ളത് ഏതൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ക്യൂല് വെയിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ടേണിന് സംസാരിക്കുമ്പോൾ നമ്മുടെ ടേണിന് വെയിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ബ്ലേർട്ട് ഔട്ട് ചെയ്യുക, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും. ആൻഡ് ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാവും, കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പ്രയോറിറ്റൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയിൽ ഈ ഗെറ്റിംഗ് ഇൻ ടു ഡേഞ്ചറസ് സിറ്റുവേഷൻസ് പെർസിസ്റ്റ് ചെയ്യാറുണ്ട്. അവർ ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും, അധികം ചിന്തിക്കില്ല. ഒരു സംഭവം, ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇമ്പൾസിവിറ്റി കാരണം ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് പോയിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഡൽട്ട്സിൽ കോമൺലി കാണുന്ന ADHD സിംറ്റംസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫീമെയിൽസിൽ അല്ലെങ്കിൽ വിമനിൽ എന്തുകൊണ്ടാണ് അധികം ഡയഗ്നോസ് ചെയ്യപ്പെടാത്തതെന്നും അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം. ഓക്കെ ദെൻ ബൈ.